ഇന്ന് വൈകുന്നേരം കടയിൽ നിന്ന് വരുമ്പോൾ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ 3 ബോൾ ഐസ്ക്രീമും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പാറുമോൾ ആ സമയത്ത് ചോറുണ്ടായിരുന്നു. പാറുമോൾ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീട്ടില്. അച്ഛമോനും ശ്രീജന്റെ കടയിലാണ്. അങ്ങനെ ദേ അമ്മയ്ക്ക് ഐസ്ക്രീം കൊടുത്തു. അടുത്തത് പാറുവിന് കൊടുക്കാം. പാറു അത് കണ്ട വശം ചോറ് അവിടെ മതിയാക്കിയിട്ടോ. ചോറ് മുഴുവൻ ഞാൻ പറഞ്ഞു വേഗം ചോറൊക്കെ ഉണ്ട്. പിന്നെ ദേ ബോൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഞാനും ആ കൂട്ടത്തിൽ കഴിച്ചിട്ടോ. കുറേ നാളായി ബോൾ ഐസ്ക്രീം കഴിച്ചിട്ട്. എന്തായാലും ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ ദേ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടോ. പാറുമോൾ പിന്നെ എല്ലാവരുടെ അടുത്തേക്ക് നടക്കും കുറച്ച് തരുമെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ പാറും കഴിച്ചു. അമ്മയും ചോറ് എടുക്കായിരുന്നു കേട്ടോ ഉണ്ണാനായിട്ട്. അപ്പോഴാണ് ഞാൻ ഐസ്ക്രീം കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ അമ്മയും ഐസ്ക്രീം കഴിച്ചിട്ട് ചോറുണ്ണാന്ന് വിചാരിച്ചു. അമ്മയും കഴിച്ചിട്ടാ. അങ്ങനെ പാറുമോള് എന്താ പറയുക, പാറുമോള് ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ എന്നോട് പറയാം. അമ്മ ഐസ്ക്രീം കഴിച്ചിട്ട് കുറച്ച് നാളായി. ഐസ്ക്രീം എന്ന് വെച്ചാൽ ബോൾ ഐസ്ക്രീം കഴിച്ചിട്ട് കുറച്ച് നാളായി. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി കഴിച്ചു. ഞാൻ സാമ്പാർ കഷ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നാക്കാനായിട്ട് ഈ വഴുതനങ്ങയിൽ എപ്പോഴും ഉണ്ടാവും ഒരു പുഴു. അങ്ങനെ ഇതേ സാമ്പാർ കഷ്ണമൊക്കെ നന്നാക്കി സാമ്പാർ വെച്ചാൽ നാളെ രാവിലെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ പണി എളുപ്പമാണല്ലോ. അങ്ങനെ ഞാൻ സാമ്പാർ കഷ്ണമൊക്കെ അരിഞ്ഞ് ദേ കുക്കറിൽ സാമ്പാറിനുള്ളത് വെച്ചിട്ടുണ്ട്. അമ്മ അപ്പോൾ ആ സമയത്ത് സാമ്പാർ കഷ്ണത്തിൽ നിന്ന് എടുത്ത കുറച്ച് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചാൽ നാളെ നമുക്ക് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. പാറുമോൾ ദേ ഇവിടെ കിടന്ന് TV കാണാനാണ് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ സാമ്പാർ ദേ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ വെക്കും, നാളെ നമുക്ക് എടുക്കാം. അപ്പോഴേക്കും അമ്മ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് പാറുമോൾ ദേ ചൂലെടുത്ത് ഇവിടെ അടിച്ചു വരുന്നത് എന്തിനാണെന്നറിയോ? അമ്മയുടെ ഒരു കിടക്കുണ്ട് കേട്ടോ, പഞ്ഞിക്കിടക്ക. ഒന്നുകിൽ ഇവര് റൂമിൽ കിടക്കുക, അല്ലെങ്കിൽ പിന്നെ ദേ ആ കിടക്ക ഇവിടെ കൊണ്ടുവന്നിടും. എന്നിട്ട് അതിൽ കിടക്കട്ടെ. എന്തിനാണെന്നറിയോ? പാറുമോള് അച്ഛമ്മയെ കിടക്കിട് എന്ന് പറഞ്ഞ് ഇവിടെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അത് എന്തിനാന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കിടക്ക ഇവിടെ ഇട്ടതിന് ശേഷം പാറുമോള് ഇതുപോലെ മേശമ്മ കയറി നിന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ചാടും. അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവസാനം കളിയൊക്കെ കഴിഞ്ഞ് ദേ 2 പേരും കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. പാറുവാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. പാറു അച്ഛമ്മോട് പറയാണ് ഇതുപോലെ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോഴാണ് ഈ വീഡിയോ കണ്ടത് എഡിറ്റ് ചെയ്യുമ്പോൾ. അവസാനം ഞാൻ ദേ ഫോൺ ചെന്ന് വാങ്ങിക്കുകയാണ്. അങ്ങനെ അവസാനം 2 പേരും കൂടി കിടന്ന് അവിടെ ഉറങ്ങാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ അവർ കിടന്നുറങ്ങട്ടെ. ഞാൻ ലൈറ്റൊക്കെ കെടുത്തി പിന്നെ നമ്മുടെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ബിഗ് ബോസും കൂടിയൊക്കെ കണ്ടിട്ടാണ് കിടന്നുറങ്ങിയത് കേട്ടോ. പിന്നെയാണ് അച്ഛമോനും ശ്രീജനും വന്നത്.